പ്രിയമുള്ളവരെ, ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവും കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും UDF-ൽ മാസങ്ങൾക്കകം തന്നെ തിരിച്ചെത്തും എന്ന രാഷ്ട്രീയ വാർത്തകൾ തന്നെയാണ് മധ്യ കേരളത്തിൽ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രമുഖനായ ഒരു നേതാവ്, അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തോടൊപ്പം നൂറുകണക്കിന് പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നിരുന്നു. അങ്ങനെ ദിവസവും നൂറുകണക്കിന് സംഭവങ്ങൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലയിൽ സംഭവിക്കുന്നുണ്ട്. കോൺഗ്രസിലേക്ക് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഒഴുകിയെത്തുന്നുണ്ട്, കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫിലേക്ക്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ തട്ടകങ്ങളിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അധികാരമില്ലെങ്കിൽ ആ പ്രസ്ഥാനം നിലനിൽക്കുക അസാധ്യമാണെന്നൊരു തിരിച്ചറിവ് കേരള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഇത്തരണത്തിൽ ചർച്ചയിലേക്ക് വഴിതെളിക്കുന്നത്. പ്രത്യേകിച്ചും പാലാ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചില തർക്കങ്ങൾ ഈ മുന്നണി മാറ്റത്തിൻ്റെ ഒരു വേഗം കൂട്ടുമെന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. പ്രധാനമായും പാലാ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസും UDF-ഉം ദിയാ പുളിക്കക്കണ്ടത്തിന് നൽകിയിരുന്ന പിന്തുണ പിൻവലിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. പാലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ ദിയാ പുളിക്കക്കണ്ടത്തിനോ അഥവാ ബിനു പുളിക്കക്കണ്ടുമായിട്ടോ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന രീതിയിലുള്ള നിഗമനങ്ങളാണ് പുറത്തുവിടുന്നത്. കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം ദിയാ പുളിക്കക്കണ്ടത്തെ പിന്തുണയ്ക്കണം എന്ന് പറയുമ്പോഴും പ്രാദേശിക നേതൃത്വം അതിന് തയ്യാറാകുന്നില്ല. എന്തായാലും പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഒരു ഇഷ്ടം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ഒന്നിച്ചു പോകുന്നതിനാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ആ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പാലാ പാലയെ താൻ ഒരിക്കലും അനാഥമാക്കില്ല എന്നാണ്. അതായത് UDF-മായി ചേർന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ചെയർമാൻ, UDF പുറത്തുനിന്ന് പിന്തുണച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ചെയർമാൻ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ കഴിയില്ല. ഇത് തുടർന്നു വരുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് ഒരു തുടക്കമായേക്കാം. കേരള കോൺഗ്രസ് എം UDF-ലേക്ക് തിരികെ വരുന്നതിൻ്റെ ഒരു തുടക്കമായേക്കാം എന്നൊരു യാഥാർത്ഥ്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്. അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് UDF-ൻ്റെ വോട്ട് ബാങ്കാണ്. ഇപ്പോൾ മധ്യകേരളത്തിൽ നിന്ന് വലിയ ഒഴുക്ക് കോൺഗ്രസിലേക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്കും തങ്ങളുടെ പാർട്ടിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത് തടയണമെങ്കിൽ ഇപ്പോൾ UDF-മായി ചേർന്ന് പോവുകയാണ് ഉചിതം എന്ന ഒരു യാഥാർത്ഥ്യം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടത്. നേരത്തെ UDF-ലേക്ക് പോകുന്നതിനെ എതിർത്തിരുന്നത് റോഷി അഗസ്റ്റിനായിരുന്നു. പക്ഷേ റോഷി അഗസ്റ്റിന് നിലവിലുള്ള സാഹചര്യത്തിൽ പാർട്ടിയിൽ വലിയ ശക്തിയില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിൽ ജോസ് കെ മാണി അനുകൂലിക്കുന്ന ആളുകൾക്കാണ് ശക്തി. അവരിലധികവും UDF-ലേക്ക് തിരികെ പോകണം എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു എന്നതാണ് ഏറ്റവും വലിയ ചർച്ച. ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്തിലേക്ക് വന്നാൽ കോൺഗ്രസും ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്. മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ തങ്ങൾക്കുണ്ടായ രാഷ്ട്രീയ വിജയം അത് തികച്ചും യാദൃച്ഛികമാണ്. അത് സ്ഥായിയായിട്ടുള്ളൊരു വിജയമല്ല. കാരണം ആ മേഖലകളിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി കോൺഗ്രസിന് തിരിച്ചറിയാം. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി LDF ഭരിച്ചിരുന്നത് കൊണ്ട് ആ മുന്നണിക്കുണ്ടായ ചില തിരിച്ചടികളിൽ അത് വിജയിക്കുവാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ഇനിയൊരു ഇലക്ഷൻ ഉണ്ടായാൽ ഈ വിജയം നിലനിർത്തുവാൻ കഴിയുമോ എന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷനൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മാണി കോൺഗ്രസിനെ LDF-ൽ നിന്ന് UDF-ൽ എത്തിക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മധ്യകേരളത്തിൽ മാണി കോൺഗ്രസ് ഒപ്പമുണ്ടായാൽ രാഷ്ട്രീയ നേട്ടങ്ങൾ നിലനിർത്തുവാൻ കഴിയും എന്നൊരു യാഥാർത്ഥ്യം കോൺഗ്രസും മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, മാണി സി കാപ്പൻ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇനിയൊരു ഇലക്ഷനിന് അദ്ദേഹത്തിന് ബാല്യമില്ല. ലാസ്റ്റ് ഇലക്ഷനായിരിക്കും അദ്ദേഹം മത്സരിച്ചത്, 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇനി ഒരു ഇലക്ഷനിൽ അദ്ദേഹത്തിന് ജോസ് കെ മാണിക്ക് വേണ്ടി സീറ്റ് വിട്ടുകൊടുക്കുന്നതിന് ഒട്ടും വൈമനസ്യമുണ്ടാകില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹവുമായി ചില ചർച്ചകൾ UDF നടത്തുന്നുണ്ട്. കാരണം ഇനി വരുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ മാണി സി കാപ്പൻ മന്ത്രിയായേക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മന്ത്രിയാകുന്ന ആ സമയത്ത് തന്നെ ജോസ് കെ മാണി UDF-ലേക്ക് തിരികെ വരുവാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലാ സീറ്റ് അത് കേരള കോൺഗ്രസ് എമ്മിന് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കുന്നതിന് UDF-ൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. കാരണം മാണി സി കാപ്പൻ അദ്ദേഹം ഇനി മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി
കോൺഗ്രസും ഒപ്പം ജോസ് കെ മാണിയുടെ പാർട്ടിയും ചർച്ച ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരുപക്ഷേ കേരള കോൺഗ്രസ് എമ്മിനെ UDF എത്തിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത്. അതായത് മാണി സി കാപ്പൻ ഇനി മത്സരിക്കില്ല, ആ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കാം, പകരം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, അദ്ദേഹത്തിൻ്റെ NCPക്ക് വേറെ ഏതെങ്കിലും ഒരു സീറ്റായിരിക്കും നൽകുന്നത്. കാരണം മാണി സി കാപ്പന് മാത്രമാണ് പാലയിൽ മത്സരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളത്. അദ്ദേഹത്തിന് പകരമായി നൽകുന്ന സീറ്റ് അത് കേരളത്തിൻ്റെ ഏതു ഭാഗത്തായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ സ്വീകരിച്ചേക്കും എന്ന രാഷ്ട്രീയ വിശകലനങ്ങളും വരുന്നുണ്ട്. എന്തായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ MP കാലാവധി തീരുവാൻ വർഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷേ കേരള കോൺഗ്രസ് എമ്മിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പകരമായിട്ട് അധികാര സ്ഥാനത്തിരിക്കുന്ന ആരും കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാകില്ല. കാരണം ആകെയുള്ളത് ഇപ്പോൾ ഒരു രാജ്യസഭാ MP സ്ഥാനമാണ്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ LDFന് കേരള നിയമസഭയിൽ നിന്ന് ഒരു രാജ്യസഭാ MPയെ വിജയിപ്പിക്കുവാനുള്ള അംഗബലമില്ല എന്നതുകൊണ്ട് തന്നെ UDFനൊപ്പം നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെയും തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് ഉചിതമെന്ന് ജോസ് കെ മാണിയും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFലെത്തി അദ്ദേഹം രാജ്യസഭാ MPയായി UDFൻ്റെ പാനലിൽ വിജയിച്ചു വരും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടി UDFലെത്തും എന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കം പാലയിലെ മുനിസിപ്പൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന തർക്കങ്ങളാണ്. പാലാ മുനിസിപ്പാലിറ്റി ചെയർമാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇപ്പോഴുള്ള തർക്കങ്ങളാണ്. കോൺഗ്രസ് ഓൾറെഡി തന്നെ നിലവിലുള്ള ചെയർമാനുള്ള പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞു. ഇനി ഒരുപക്ഷേ കേരള കോൺഗ്രസ് UDF സഖ്യം അവിടെ അധികാരത്തിലെത്തുവാനുള്ള സാധ്യതകളുണ്ട്. അത് കേരള കോൺഗ്രസ് എമ്മും UDFും തമ്മിലുള്ള തുടർ ചർച്ചകളിലേക്ക് വഴിതെളിച്ചേക്കാം, തുടർ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിതെളിച്ചേക്കാം. മധ്യകേരളത്തിലെ UDFൻ്റെ ഏറ്റവും പ്രബലമായ ഘടകകക്ഷിയായിരുന്നു മാണി കോൺഗ്രസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ചില പടലപ്പിണക്കങ്ങളും ചില തെറ്റിദ്ധാരണകളും കൊണ്ട് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രണ്ട് വഴിക്കായി പിരിഞ്ഞുപോയി. പക്ഷേ രണ്ട് പ്രസ്ഥാനങ്ങൾക്കും അത് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. രണ്ടു പാർട്ടികളും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ അഭാവം UDFനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ 2026 അത് തിരിച്ചടിയായത് കേരള കോൺഗ്രസ് എമ്മിനാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കേരള കോൺഗ്രസ് എം സംഭൂജിരാക്കപ്പെട്ടു, MPമാരില്ല, MLAമാരില്ല, സംഭൂജിരാക്കപ്പെട്ടു കേരള കോൺഗ്രസ് എം എന്നൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വേറെ ഓപ്ഷനുകളില്ല, വേറെ ഒരു മാർഗവുമില്ല UDFലേക്ക് തിരികെ എത്താതെ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം വളരെ പെട്ടെന്ന് തന്നെ മാസങ്ങൾക്കകം തന്നെ UDFലേക്ക് എത്തുന്നതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ നിലനിർത്തി പോകേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ അന്ത്യം തൻ്റെ പിതാവ് തുടങ്ങിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം തൻ്റെ കാലത്തുണ്ടാകരുതെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് തിരിച്ചു വരുവാൻ കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹം. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ പഠിച്ച സിനിമാ നടൻ വിക്രമാണ്. സിനിമാ നടൻ വിക്രവും അദ്ദേഹവും ഒന്നിച്ചാണ് പഠിച്ചത്. സിനിമാ നടൻ വിക്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം അദ്ദേഹത്തിന് സിനിമയിൽ വലിയ സജീവമാകണമെന്നായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കെവിൻ എന്നായിരുന്നു. പക്ഷേ കെവിൻ എന്ന് പറയുന്ന വിക്രത്തിന് തൻ്റെ കോളേജ് പഠനകാലത്ത് ഒരു അപകടത്തിൽ 2 കാലുകൾ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സിനിമാ സ്വപ്നങ്ങൾ അവസാനിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ സഹപാഠികളും അദ്ദേഹത്തിൻ്റെ വെൽവിഷേഴ്സും ഒക്കെ വെറുതെ ചിന്തിച്ചു. പക്ഷേ അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. തൻ്റെ നഷ്ടപ്പെട്ടു പോയ 2 കാലുകൾ തുന്നിച്ചേർത്തുകൊണ്ട് വിക്രം എന്ന് പറയുന്ന കെൻ സിനിമയിൽ നിറഞ്ഞു നിന്നു. തമിഴ് സിനിമയുടെ വലിയ സ്റ്റാറായി മാറി. അതുപോലെ ആ കോൺഫിഡൻറ്റ് താനും ഉൾക്കൊള്ളുന്നു എന്നാണ് മിക്കപ്പോഴും ജോസ് കെ മാണി പറയാറുള്ളത്. പരാജയത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉദിച്ചുയരുന്നു വരാനുള്ള ഒരു കോൺഫിഡൻറ്റ് എന്നും ജോസ് കെ മാണിക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.